കോട്ടപ്പടി ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ടാണ് നിരവധി പദ്ധതികൾ, അത് ട്രെഞ്ച് കുഴിക്കുന്ന പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ, സാധാ ഫെൻസിങ് ഉൾപ്പെടെ അത്തരം നിരവധി പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ പല മേഖലകൾക്കും ആവശ്യമായ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഇഞ്ചിമന, കോട്ടപ്പടി, വേങ്ങൂർ പഞ്ചായത്തുകളിൽ വരുന്ന 30 കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഡബിൾ ലൈൻ ഹാങ്ങിങ് ഫെൻസിങ് ആണ്. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലിയൊരു വർക്ക് ഇത്രയധികം ദൂരത്തിൽ 30 കിലോമീറ്റർ ഓൾഡ് മൂതത്താങ്കട്ട് മുതൽ അങ്ങ് പാണിയേലി പോര് വരെ വരുന്നൊരു വർക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്ത് ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നത്. അപ്പോൾ അത് പ്രധാന പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തണമെന്ന് നമ്മുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെയാണ് നമ്മുടെ വടക്കുംഭാഗം പള്ളിയുടെ നാളിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA എന്നുള്ള നിലയിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ ആ വർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഒരു മാസക്കാലം മുമ്പാണ് ഇവിടെ കോട്ടപ്പടി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തന്നെ DFOയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ ചേർന്നിരുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരമായി ഈ വിഷയം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും വേണ്ടത്ര നിലയിലുള്ള ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ ആ നിലയിൽ വളരെ ശക്തമായ പ്രതിഷേധം നമുക്കിവിടെ ഉയർത്തേണ്ടി വന്നത്. ആ നിലയിൽ തന്നെ ഗൗരവത്തോടു കൂടി തുടർന്ന് ഇടപെടാം എന്നുള്ളൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആ വേളയിൽ തന്നെയാണ് ഇവിടെ പ്രിയപ്പെട്ട വർഗീസേട്ടൻ്റെ കുടുംബത്തെ സഹായിക്കാൻ 1 ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്ന് തന്നെ അതിൻ്റെ ചെക്ക് കൈമാറാനാണ് നമ്മൾ അവിടെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാവിലെ കൊടുക്കാമെന്നാണ് നേരത്തെ തീരുമാനിച്ചത്. രാവിലെ ഈ ഓണാഘോഷമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തിരക്കിലായതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമാക്കിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട വർഗീസേട്ടന് ഇന്നലെ ഉറപ്പ് നൽകിയതുപോലെ 1 ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ അവസരത്തിൽ കൈമാറുകയാണ്.